നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെസ്റ്റ്ചെസ്റ്ററിൽ ഓട്ടംതുള്ളലിന് പുതുജീവൻ നൽകി KJ ഗ്രിഗറി. ഫ്ലോറിഡ നവകേരള മലയാളി അസോസിയേഷൻ ഓണാഘോഷം ശ്രദ്ധേയമായി. മൈൽസ് ഫോർ സ്മൈൽസ് 5K വൻ വിജയം. നാം ഓരോരുത്തരും ദൈവത്തിന്റെ ഐക്കണുകൾ. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. UK-യിൽ മലയാളിക്ക് നേരെ വംശീയ ആക്രമണം. വാർത്തകൾ വിശദമായി. UK-യിൽ മലയാളിക്ക് നേരെ വംശീയ ആക്രമണം. ലിവർപൂളിലാണ് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകവേ മലയാളിയായ യുവാവിനെ കൗമാരക്കാരൻ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നത്. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവമെന്നും ലിവർപൂൾ മലയാളിയും സാമൂഹിക പ്രവർത്തകനുമായ ടോം ജോസ് തടിയമ്പാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ആക്രമണത്തിന് ഇരയായ മലയാളിയുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. കടയിലേക്ക് നടന്നു പോകുമ്പോൾ പുറകെ സൈക്കിളിലെത്തിയ 18 വയസ്സ് തോന്നിക്കുന്ന കൗമാരക്കാരൻ പ്രദേശത്തെ കുട്ടികളെ പിന്തുടർന്നോ എന്ന് ചോദിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. അക്രമിയുടെ കയ്യിൽ ഒരു വടിവാളും ഉണ്ടായിരുന്നു. മലയാളി യുവാവിനോട് ഇയാൾ ക്ഷമ പറയാൻ ആവശ്യപ്പെട്ടെങ്കിലും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് യുവാവ് മറുപടി പറഞ്ഞതോടെ അക്രമി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. യുവാവിന്റെ കൈക്ക് വെട്ടേറ്റതായും സൂചനയുണ്ട്. അതേസമയം രക്ഷപ്പെടുന്നതിനിടെ സഹായത്തിനായി യുവാവ് സമീപത്തെ ട്രാഫിക് സിഗ്നലിലെത്തി സഹായം ചോദിച്ചെങ്കിലും പുറകെ എത്തിയ കൗമാരക്കാരൻ ഇയാൾ ബ്രിട്ടീഷുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പിന്തിരിപ്പിച്ചതായും പറയപ്പെടുന്നു. പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായും ആരോപണമുണ്ട്. ഏതാനും മാസങ്ങൾക്കിടെ നിരവധി വംശീയ ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശികൾ UK-യിൽ നേരിടേണ്ടി വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ ഐക്കണുകളാണെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി പറഞ്ഞു. പാമ്പാടി തിരുമേനിയുടെ ഐക്കൺ പ്രതിഷ്ഠ ഹ്യൂസ്റ്റണിലെ ഓർശലേം അരമന ചാപ്പലിൽ നടത്തി സംസാരിക്കുകയായിരുന്നു ബാവ തിരുമേനി. ഐക്കണുകൾ മലങ്കര സഭയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ഓരോ ഐക്കണുകളും ദൈവവുമായുള്ള ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നതും പരിശുദ്ധിയിലും ദൈവകൃപയിലും വളരുവാൻ നമ്മെ ക്ഷണിക്കുന്നതുമാണെന്ന് തിരുമേനി പറഞ്ഞു. ജീവിത വിശുദ്ധിയും ദൈവിക സാക്ഷ്യങ്ങളും കൊണ്ട് പരിശുദ്ധൻ എന്നല്ലാതെ പരുമല തിരുമേനിയെയും പാമ്പാടി തിരുമേനിയെയും നമുക്ക് വിളിക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അഭിപ്രായപ്പെട്ടു. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതവും സന്ദേശവും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് പ്രത്യേക സന്ദേശത്തിൽ അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത ഓർമ്മിപ്പിച്ചു. കോട്ടയം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ഡയസ്കോറസ് മെത്രാപ്പൊലിത്തയുടെ വീഡിയോ സന്ദേശം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. തൻ്റെ പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ട പാമ്പാടി തിരുമേനിയുടെ ഐക്കൺ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അനുഗ്രഹമാണെന്ന് പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഭദ്രാസന സെക്രട്ടറി റവറൻ ഫാദർ ജോർജ് S. മാത്യു എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. വെരി റവറൻ വടശ്ശേരിൽ വർഗീസ് കോർ എപ്പിസ്കോപ്പ, റവറൻ ഫാദർ അലക്സാണ്ടർ ജെയിംസ് കുര്യൻ, റവറൻ ഫാദർ PM ചെറിയാൻ, റവറൻ ഫാദർ രാജേഷ് K. ജോൺ, റവറൻ ഫാദർ വർഗീസ് തോമസ്, റവറൻ ഫാദർ ക്രിസ്റ്റഫർ മാത്യു എന്നിവർ പങ്കെടുത്തു. പാമ്പാടി തിരുമേനി ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് മനോജ് മാത്യു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. പാമ്പാടി തിരുമേനി ഗ്ലോബൽ കമ്മ്യൂണിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ ഹ്യൂസ്റ്റണിലെയും സമീപ ഇടവകകളിലെയും വിശ്വാസികൾ ശുശ്രൂഷകളിലും ശേഷം നടന്ന സ്നേഹവിരുന്നിലും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി. വൈസ്മാൻ ക്ലബ് ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ, ഫ്രണ്ട്സ് ഫിറ്റ്നസ്, ഫ്രണ്ട്സ് റണ്ണർ ക്ലബ് എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട മൈൽസ് ഫോർ സ്മൈൽസ് 5K വൻ വിജയമായി. സെപ്റ്റംബർ 20 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നോഷാമിനി സ്റ്റേറ്റ് പാർക്കിലാണ് ഈ ദീർഘദൂര ഓട്ടം നടന്നത്. ഈ സംഘടനകൾ സംയുക്തമായി ആദ്യമായി നടത്തുന്ന ഈ മത്സരത്തിന് ഏതാണ്ട് 350 പേരാണ് രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തത്. മത്സരത്തിന്റെ ആദ്യോടന്തം സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രമുഖർ പങ്കെടുത്തു. പ്രശസ്ത മലയാളം യൂട്യൂബർ സുജിത് ഭക്തന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. ബൻസലീം കോമൺ കോർട്ട് ജഡ്ജ് മൈക്ക് ഗാലഗർ, ഗോൾ ബോർഡ് മെമ്പർ സ്റ്റെഫനി ഗോൺസാലസ്, ബക്സ് കൗണ്ടി കമ്മീഷണർ ഡയൻ മാർസാഗ്ലിയ, ഇപ്പോൾ ബക്സ് കൗണ്ടി ഷെരീഫ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡാനി സീസ്ലർ, മുൻ സോളിസിറ്റർ ജോ ഖാൻ തുടങ്ങിയവരോടൊപ്പം അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ പ്രതിനിധിയായി മോണിക് റിയോട്ടോയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് താരിഖ് ഖാൻ നൽകിയ ഔദ്യോഗിക അംഗീകരണപത്രം ചടങ്ങിൽ വായിച്ചു. ഷോൺ മാത്യു അമേരിക്കൻ ദേശീയഗാനം ആലപിച്ചു. തുടർന്ന് നടന്ന മത്സരത്തിൽ വിജയികളായവർക്ക് ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു.
ഓവറോൾ 1, 2, 3 സ്ഥാനക്കാർക്ക് ട്രോഫികളോടൊപ്പം യഥാക്രമം $300, $150, $50 എന്നിങ്ങനെ ക്യാഷ് അവാർഡുകളാണ് നൽകിയത്. 10 വയസ്സുകൾ കൂടുന്ന ഓരോ ഏജ് ഡിവിഷനും 1, 2 സ്ഥാനങ്ങൾ നൽകി ട്രോഫികൾ വിതരണം ചെയ്തു. തുടർന്ന് റാഫിൾ നറുക്കെടുപ്പിൽ രജിസ്റ്റർ ചെയ്ത 6 പേർക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകി. സംഘടനാ മികവ് കൊണ്ടും പ്രായഭേദമന്യുള്ള പങ്കാളിത്തം കൊണ്ടും തികച്ചും വേറിട്ട് നിന്ന ഒരു മത്സരമായി മാറി മൈൽസ് ഫോർ സ്മൈൽസ്. ഡോക്ടർ ഉമർ ഫറൂഖ്, ഡോക്ടർ ഇഫ്തിഖാർ ചൗധരി എന്നിവർ മുഖ്യ സ്പോൺസർമാരായും മറ്റ് 17ഓളം വിവിധ വ്യവസായ പ്രമുഖർ സ്പോൺസർമാരായും എത്തിയ ഈ പ്രോഗ്രാം സാമ്പത്തികമായും വൻ വിജയമായിരുന്നു. ചിലവു കഴിഞ്ഞ് ലഭിക്കുന്ന തുക അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിക്ക് കൈമാറുമെന്ന് റേസ് ഡയറക്ടർമാരായ ബിനൂസി തോമസ്, സന്ദീപ് മാത്യൂസ് എന്നിവർ അറിയിച്ചു. വിവിധ തലങ്ങളിലുള്ള വ്യക്തികളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനായതാണ് ഈ വിജയത്തിന് കാരണമെന്ന് വൈസ്മെൻ പ്രസിഡന്റ് ലിജോ ജോർജ്, ഫ്രണ്ട്സ് ഫിറ്റ്നസ് ഡയറക്ടർ സുബിൻ എബ്രഹാം, റൺ ക്ലബ് ഡയറക്ടർ ജിമ്മി കോശി എന്നിവർ അറിയിച്ചു. വൈസ്മെൻ ട്രഷറർ ജെയ്സൺ ഫിലിപ്പാണ് വരവ് ചിലവ് കണക്കുകൾ കൈകാര്യം ചെയ്തത്. റിസൾട്ട് വിവരങ്ങളും കൂടുതൽ ഫോട്ടോകളും മൈൽസ് ഫോർ സ്മൈൽസ് FB പേജിൽ ലഭ്യമാണ്. സ്പോൺസർമാരുടെയും പങ്കെടുത്തവരുടെയും അഭ്യർത്ഥന പ്രകാരം തുടർന്നുള്ള വർഷങ്ങളിലും മൈൽസ് ഫോർ സ്മൈൽസ് 5K നടത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് ബിനൂസി തോമസ്, സന്ദീപ് മാത്യൂസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. 2025 ഫ്ലോറിഡയിലെ നവകേരള മലയാളി അസോസിയേഷന്റെ 31ാം വർഷ ഓണാഘോഷം 31 തരം വിഭവങ്ങളുമായി കൂപ്പർ സിറ്റി ഹൈസ്കൂളിൽ വെച്ച് വിവിധങ്ങളായ കലാപരിപാടികളോടെ നടത്തപ്പെട്ടു. മിസ്റ്റർ ബിജോയ് സേവ്യർ നവകേരളയുടെ 31ാം വാർഷിക ഓണാഘോഷ ചടങ്ങിലേക്ക് എല്ലാ വിശിഷ്ടാതിഥികളെയും ഹാർദവമായി സ്വാഗതം ചെയ്തു. യൂത്ത് പ്രസിഡന്റ് മിസ് ലിയാന സാമുവലിന്റെ മനോഹരമായ അമേരിക്കൻ നാഷണൽ ആന്തത്തോടുകൂടി കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പ്രസിഡന്റ് പനങ്ങയിൽ ഏലിയാസ് ആദ്യ ദീപം തെളിയിച്ചു. തുടർന്ന് ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളും വൈദികരും ദീപം തെളിയിച്ച് നവകേരളയുടെ 31ാം വർഷത്തിന്റെ ഓണാഘോഷം വർണ്ണാഭമാക്കി. ഓണാഘോഷങ്ങൾക്ക് ചീഫ് ഗസ്റ്റായി ഫോമ മുൻ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസിന്റെയും ഫോമ ട്രഷറർ മിസ്റ്റർ ബിജു തോണിക്കടവലിന്റെയും സാന്നിധ്യം പ്രാധാന്യമർഹിച്ചു. അതോടൊപ്പം ഓർലൻഡോ മലയാളി അസോസിയേഷൻ ഒരുമ പ്രസിഡന്റ് മിസ്റ്റർ ജിബി ജോസഫ്, പാം ബീച്ച് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ മാത്യു തോമസ്, നോവലിസ്റ്റും കലാകാരനുമായ മിസ്റ്റർ പൗലോസ് കൊയിലാടൻ, ഫോമ നാഷണൽ കമ്മിറ്റി കൾച്ചറൽ ചെയർമാൻ മിസ്റ്റർ ബിജോയ് സേവ്യർ, ഫോമ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മിസ്റ്റർ ഷാൻഡി വർഗീസ്, ഫോമ നാഷണൽ പൊളിറ്റിക്കൽ ഫോറം എക്സിക്യൂട്ടീവ് മിസ്റ്റർ ജോസ് തോമസ് CPA, മിസ്റ്റർ എബ്രഹാം കളത്തിൽ ഫൊക്കാന ഇന്റർനാഷണൽ ട്രഷറർ മിസ്റ്റർ കുര്യൻ വർഗീസ് IOC ഫ്ലോറിഡ ചാപ്റ്റർ സെക്രട്ടറി എന്നിവരുടെ സാന്നിധ്യവും പ്രശംസനീയമായിരുന്നു. പുതുതലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്നേഹത്തിന്റെ വിലയും ഐക്യത്തിന്റെ കരുത്തും പരസ്പര സഹായത്തിൽ കൂടി ലഭിക്കുന്ന സംതൃപ്തിയും പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ, തിന്മയ്ക്കെതിരെ വിരൽ ചൂണ്ടുവാൻ മലയാളി സമൂഹം ആർജവം കാണിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് മിസ്റ്റർ പനങ്ങയിൽ ഏലിയാസ് തന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ് അവസാനിപ്പിച്ചു. ലളിതവും മനോഹരവുമായ ഓണസന്ദേശം നൽകി അതിഥികൾക്ക് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും മൂല്യം പകർന്നുകൊടുത്ത് റവറന്റ് ഡോക്ടർ സന്തോഷ് തോമസും റവറന്റ് ഫാദർ ഫിലിപ്പ് G. വർഗീസും ആശംസ നൽകി ഓണം നല്ലോണം പ്രകാശിപ്പിച്ചു. ഡോക്ടർ ജഗതി നായർ കൊറിയോഗ്രാഫി ചെയ്ത തിരുവാതിര, ഡോക്ടർ കൊറിയോഗ്രാഫി ചെയ്ത ഗ്രൂപ്പ് ഡാൻസ്, മിസ് ലിയാന സാമുവൽ, മെലിസ ജിജു, ജൊയാന അബീഷ് തുടങ്ങിയവർ നയിച്ച ഡാൻസ്, ഹൃദയ എമേഴ്സൺ കൊറിയോഗ്രാഫി ചെയ്ത മനോഹരമായ മെഗാ ഡാൻസ്, ഇമാനുവൽ തോമസ്, രതീഷ്, ലിയാന, തോമസ് ചേലക്കാട്ട്, മിസ്റ്റർ ദീപക് ആചാരി, മിസസ് ഗൗരി ദീപക്, മിസ്റ്റർ കിഷോർ കുമാർ എന്നിവരുടെ ഗാനമേളകൾ എന്നിവ കർണമനോഹരമായിരുന്നു. മിസ്റ്റർ ബിജോയ് ജോസഫ് എല്ലാ വിശിഷ്ടാതിഥികൾക്കും സ്പോൺസേഴ്സിനും സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ നൽകി നന്ദി അർപ്പിച്ചു. 31 തരം വിഭവങ്ങൾ വിളമ്പുന്നതിനായി പ്രത്യേക കസ്റ്റം പ്ലേറ്റുകളും സജ്ജമാക്കിയത് ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. ഫുഡ് കോർഡിനേറ്റർ മിസ്റ്റർ ഷാൻഡി വർഗീസ് മികവുറ്റ വിഭവങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം നൽകി. മിസ്റ്റർ മേലെ ചാക്കോ, മിസ്റ്റർ കുര്യൻ വർഗീസ്, എമേഴ്സൺ ചാലിശ്ശേരി, മിസ്റ്റർ ഗോപൻ നായർ, മിസ്റ്റർ പത്മനാഭൻ കുന്നത്ത്, മിസ്റ്റർ ബിബിൻ ജോർജ്, മിസ്റ്റർ സിനോജ് കമ്പിയിൽ, മിസസ് ജോമിനി ബിജോയ്, മിസസ് സൂസി ബിജോയ്, മിസസ് ബിന്ദു എമേഴ്സൺ, മിസസ് താര പത്മകുമാർ, മിസസ് മെറിൻ ജോർജ് എന്നിവർ ഒത്തൊരുമയോടെ അതിഥികളെ സ്നേഹവിരുന്നിലേക്ക് നയിച്ചു. മിസസ് സാറാമ ഏലിയാസ്, റോഷൻ സജോ പല്ലിശ്ശേരി, റാണി കൂട്ടുകെട്ടിൽ മനോഹരമായ താലപ്പൊലി അരങ്ങേറി. മഹാബലിയായി അവതരിച്ച മിസ്റ്റർ കുര്യാക്കോസ് പൊടിമറ്റം അതിഥികളെ രോമാഞ്ചപുളകമണിയിച്ചു. നവകേരളയുടെ ഉത്സവവേളകൾ മനോഹരമായി അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട കുര്യാക്കോസ് ചേട്ടനെ കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകം അഭിനന്ദിച്ചു.
കർണമനോഹരമായ അത്തപ്പൂക്കളവും ഫോട്ടോ ബൂത്തും അതിഥികൾക്ക് ഹരം പകർന്നു. മനോഹരമായ ഫോട്ടോ ബൂത്ത് പ്രദർശിപ്പിച്ച മിസ്റ്റർ ശിവകുമാർ, ശ്രീമതി പ്രിയ നായർ ദമ്പതികളെ പ്രസിഡന്റ് ശ്രീ പനങ്ങയിൽ ഏലിയാസ് അഭിനന്ദിച്ചു. ചെണ്ടമേളവും താലപ്പൊലിയും മഹാബലിയും ഒന്നിച്ചപ്പോൾ എഴുന്നള്ളത്ത് ഗംഭീരമായി. ചെണ്ടമേളത്തിന് ചുക്കാൻ പിടിച്ച മിസ്റ്റർ മോഹൻ നാരായൺ ശ്രുതിലയ താള പ്രത്യേക അഭിനന്ദനം അർഹിച്ചു. വളരെ മനോഹരമായ അവതരണ ശൈലിയോടെ വിവിധ പരിപാടികൾ കോർത്തിണക്കിയ മാസ്റ്റർ ഓഫ് സെറമണീസ് മിസ്സിസ് കാവ്യ ബെൻസൺ, മിസ് സിൽവിയ ബെന്യാം വളരെയധികം പ്രശംസ പിടിച്ചുപറ്റി. പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് സ്റ്റേജ് കൺട്രോൾ മനോഹരമായി കൈകാര്യം ചെയ്ത മിസ്റ്റർ സജോ ബല്ലിശ്ശേരിയെ പ്രസിഡന്റ് പ്രത്യേകം അംഗീകാരം അറിയിച്ചു. നവകേരളയുടെ സ്പോൺസേഴ്സിനെയും അഭ്യുദയകാംക്ഷികളെയും സ്ലൈഡ് ഷോയിൽ മനോഹരമായി പ്രദർശിപ്പിച്ച മിസ്റ്റർ ബിജോയ് ജോസഫ്, മിസ്റ്റർ പത്മനാഭൻ കുന്നത്ത് എന്നിവർ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മികവ് തെളിയിച്ചു. വളരെ മനോഹരമായ അവതരണ ശൈലികളോടെ പരിപാടികൾ കോർത്തിണക്കിയ മാസ്റ്റർ ഓഫ് സെറമണീസ് മിസ്സിസ് കാവ്യ ബെൻസൺ, മിസ് സിൽവിയ ബെന്യാം വളരെ പ്രശംസ പിടിച്ചുപറ്റി. മിസ് ലിയാന സാമുവലിന്റെ ഇന്ത്യൻ നാഷണൽ ആന്തത്തോടുകൂടി നവകേരള മലയാളി അസോസിയേഷന്റെ 31ാം വാർഷിക ഓണാഘോഷങ്ങൾക്ക് തിരശ്ശീല വീണു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷന്റെ ജൂബിലി ആഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കയ്യടികൾ നേടിയ പരിപാടികളിലൊന്ന് KJ ഗ്രിഗറി അവതരിപ്പിച്ച ഓട്ടംതുള്ളലായിരുന്നു. കേരളത്തിൽ പോലും മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം കലകൾക്ക് അമേരിക്കൻ മലയാളി വേദിയിൽ സ്വീകാര്യത ലഭിച്ചത് ശുഭസൂചനയാണ്. പരിപാടിയുടെ പിന്നാമ്പുറവും സ്വന്തം ജീവിതയാത്രയും KJ ഗ്രിഗറി പങ്കുവച്ചു. ഓട്ടംതുള്ളൽ, വില്ലടിച്ചൻപാട്ട്, കടുവാകളി, വള്ളംകളി, കഥാപ്രസംഗം, നാടകം, മാവേലി തുടങ്ങിയ കലാപരിപാടികൾ അമേരിക്കയിൽ ആദ്യമായി കൊണ്ടുവന്നത് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷനാണ്. ഓട്ടംതുള്ളൽ കുറേ നാളുകൾക്ക് ശേഷമാണ് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ വീണ്ടും കൊണ്ടുവന്നത്. സംഘടനയുടെ ജൂബിലി വർഷത്തിൽ അതിന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് KJ ഗ്രിഗറി അറിയിച്ചു. ആദ്യമായി ഓട്ടംതുള്ളൽ നടത്തിയ താൻ തന്നെ ഇപ്രാവശ്യവും തുള്ളണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് സംഘടനയുടെ പ്രസിഡന്റ് തോമസ് കോശിയാണ്. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കലകൾ പുനരുജ്ജീവിപ്പിക്കണമെന്നും പുതുതലമുറയ്ക്ക് അവ ആസ്വദിക്കാൻ അവസരമുണ്ടാകണമെന്നുള്ള ആശയവും അദ്ദേഹം മുന്നോട്ട് വച്ചു. സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങി വന്നു. നല്ല സ്ക്രിപ്റ്റ് കിട്ടിയതുകൊണ്ടുകൂടിയാണ് ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിച്ചതെന്ന് KJ ഗ്രിഗറി അഭിപ്രായപ്പെട്ടു. ഇതിനായി എന്നെ സഹായിച്ച നിരവധി സുഹൃത്തുക്കളുണ്ട്. AV വർഗീസ്, ജോർജ് കുഴിച്ചാലിൽ, അലക്സാണ്ടർ വർഗീസ്, മേക്കപ്പ് ചെയ്യാൻ എന്നെ സഹായിച്ച എൻ്റെ മകൻ ജോയൽ, അങ്ങനെ പലരുടെയും കഷ്ടപ്പാട് ഈ അവസരത്തിൽ ഓർക്കുന്നു. പ്രായമായവർ ഒത്തുചേരുമ്പോഴുള്ള തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കുമെന്ന് കരുതിയവരോടുള്ള മധുര പ്രതികാരമായിരുന്നു അത്. ചാക്യാരോടുള്ള മധുര പ്രതികാരമായി ഒറ്റ രാത്രി കൊണ്ട് കുഞ്ചൻ നമ്പ്യാർ രൂപം കൊടുത്ത കലാരൂപമാണ് ഓട്ടംതുള്ളൽ എന്നൊരു ഐതിഹ്യം മുമ്പുണ്ടല്ലോ. പ്രോഗ്രാം കണ്ടവർ പ്രശംസിക്കുകയും കേട്ടറിഞ്ഞവർ വീഡിയോ ലിങ്ക് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ കഷ്ടപ്പെട്ടത് ഫലവത്തായെന്നുള്ള സംതൃപ്തി തനിക്ക് അനുഭവപ്പെട്ടുവെന്ന് KJ ഗ്രിഗറി പറഞ്ഞു. ജനിച്ചു വളർന്നത് ആലപ്പുഴയിലാണ്. ചേട്ടന്മാർക്ക് അരിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും കച്ചവടമായിരുന്നു. കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് താൻ പഠിച്ചത്. കോളേജ് ടീമിന് വേണ്ടി ഫുട്ബോൾ, ഷീൽഡ് ഹോക്കി എന്നീ ഇനങ്ങളിൽ മത്സരിച്ചിരുന്നു. 1500 മീറ്റർ, 5000 മീറ്റർ ഓട്ട മത്സരത്തിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ആലപ്പുഴ NCCയിൽ സീനിയർ അണ്ടർ ഓഫീസറായും പ്രവർത്തിച്ചു. ഫുഡ് സേഫ്റ്റി കൺട്രോൾ നിയമം വന്നതോടെ ചേട്ടന്മാർ മറ്റ് ബിസിനസ്സുമായി കോട്ടയത്തേക്ക് മാറി. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിക്കുമൊപ്പം താനും അങ്ങോട്ടേക്ക് ജീവിതം പറിച്ചു നട്ടു. നാട്ടകം പോളിടെക്നിക് കോളേജിൻ്റെ തുടക്ക സമയത്ത് അവിടെ ജോലി ചെയ്യാൻ സാധിച്ചത് വലിയൊരു അനുഭവമാണ്. ഫസ്റ്റ് ക്ലാസ് ബോയിലർ എഞ്ചിനീയേഴ്സ് ലൈസൻസ് ലഭിച്ചതോടെ തിരുവനന്തപുരം ടൈറ്റാനിയത്തിൽ ജോലി ലഭിച്ചു. യാതൊരു ശുപാർശയുമില്ലാതെ ആ സമയത്ത് അങ്ങനൊരു ജോലി ലഭിച്ചപ്പോൾ സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു എന്നും KJ ഗ്രിഗറി പറഞ്ഞു. 72 മുതൽ ഭാര്യ ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായി ജോലി ചെയ്തിരുന്നു. 1975 ഭാര്യ മേഴ്സിയെ കല്യാണം കഴിച്ച് അമേരിക്കയിലെത്തിയത്. 70കളിൽ ഇവിടെ മലയാളികൾ തീരെ കുറവായിരുന്നു. മലയാളം സംസാരിക്കുന്നവരെ കാണുന്നതിൻ്റെയും അവരുമായി സഹകരിക്കുന്നതിൻ്റെയും സന്തോഷം ആസ്വദിച്ചുകൊണ്ടാണ് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ, ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കാത്തലിക്സ് പോലെ നിരവധി സംഘടനകൾക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് തുടക്കമിട്ടത്. അമേരിക്കയിലെത്തിയാൽ ഇവിടുത്തെ ഡിഗ്രി കൊണ്ടേ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എൻവയോൺമെൻറ്റൽ എന്നിങ്ങനെ എഞ്ചിനീയറിംഗിൻ്റെ 3 ശാഖകളിൽ ബിരുദമെടുത്തു. 20ഓളം സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ചെയ്തു. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ മാസ്റ്റേഴ്സ് ബിരുദവുമുണ്ട്. ഡയറക്ടർ ഓഫ് ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് നഴ്സിംഗ് ഹോംസ് ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യ ഡേ പരേഡ് കമ്മിറ്റിയിൽ ചെയർമാനായും കൾച്ചറൽ പ്രോഗ്രാംസ് കമ്മിറ്റിയുടെ കോ-ചെയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ട്രഷറർ, യൂത്ത് കമ്മിറ്റി ചെയർമാൻ, പിക്നിക് കോർഡിനേറ്റർ,
കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2025-ൽ സംഘടനയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചു. പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തിരുന്നു. ഫൊക്കാനയുടെ തുടക്കകാലം മുതൽ അതിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ യൂത്ത് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിരിക്കെ ദേശീയതല യുവജനോത്സവങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയിൽ പ്രസിഡന്റ്, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ, വൈസ് പ്രസിഡന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കേരള ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ തുടക്കം മുതൽ സജീവമാണ്. 2023-ൽ സംഘടനയുടെ 15-ാം വാർഷികത്തിൽ അതിൻ്റെ ബോർഡ് ചെയർമാനായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ കമ്മിറ്റി അംഗമായും പബ്ലിക്കേഷൻ ആൻഡ് ന്യൂസ് ലെറ്റർ ചെയർമാനായും പ്രവർത്തിച്ചു. പനീർ ക്ലബ് ഓഫ് കേരളൈറ്റ്സ് ഇൻ നോർത്ത് അമേരിക്കയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ജോയിന്റ് ട്രഷറർ തുടങ്ങിയ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.